ഒരു കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് ബ്രോക്കറുടെ ചുമതലയാണ്, അറിയാം. അതിന് ഞാനും ചെയ്ത് ഒരു IAS കാരൻ പെണ്ണ് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചിരുന്ന നീയല്ല. ഞാൻ ഒരാളുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ? അപ്പുറത്തെ പ്രൊഫസറിലെ അങ്ങേരോട്. ഇത് സത്യം പറഞ്ഞത്. അപ്പൊ ആദ്യത്തേതോ? അത് സത്യം പറയാൻ. ഇതും മുടക്കിയത് അവൻ തന്നെ. അവ എനിക്കിട്ടൊരു പാര വെച്ചാ ഞാൻ 30 പാര അങ്ങോട്ട് വെക്കണം. എന്തായിരുന്നു ഒരു കാലത്ത് രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായിൽ ഉറങ്ങി, ഒരു പാത്രത്തിലുണ്ട്. ഒരുപോലെ 2 വീടും 2 പിള്ളേരും ഉണ്ടായപ്പോ തെറ്റി. പിള്ളേരുണ്ടായപ്പോഴല്ലടി തെറ്റിയത്. നീ ഇവിടെ നിന്നെ പോലൊരു ചാവ അവിടെ വന്ന് കയറിയപ്പോ തെറ്റി. എന്തായാലും അടിച്ചു പിരിഞ്ഞത് നന്നായി. ഇത് കൈ നീട്ടി അടിച്ചോ? ഇത് ചെയ്ത ജ്വാലിക്ക് അടി കിട്ടുമ്പോഴുള്ള ദുഃഖം ഇത് കിട്ടുമ്പോഴാണ് എനിക്ക് മാറാറ്. അത് കക്കൂസ്. ഇങ്ങോട്ട് പോ. ഒരുപാട് ആലോചനകൾ വരും, എല്ലാം ഞാൻ മുടക്കുകയും ചെയ്യും. ലവന്റെ മോളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു 10-15 ഡിഗ്രിക്കാരെ ഞാൻ ജ്വാലിക്ക് വെക്കും. നിങ്ങൾ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും മുടക്കിയ എന്റെ വീട്ടിൽ അരി വേവില്ലല്ലോ ഈശ്വര. ഈശ്വരാന്ന് വിളിക്കാത്ത പ്രഭു സാറേന്ന് വിളിക്കണോ? ഓരോ കല്യാണം മുടക്കുമ്പോഴും പുളിങ്കുരു പോലെ കേഷന് തരുന്നതേ എന്റെ ചേട്ടനാ. ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്കൊരു ആഗ്രഹമുള്ളൂ. ലവന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും എന്റെ മോളുടെ കല്യാണം നടക്കണം. അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു 2-2.5 പടി ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട്. മുതലാളി 2-2.5 പടി ഉയരത്തുള്ളതല്ല, ഒരു 18-18 പടി ഉയരത്തുള്ള ചെറുക്കനെ ഞാൻ കൊണ്ടുതരും. അത്രയും വേണ്ട. വേണ്ട. ലവടെ 1 PP ഊതിയ ഇവിടെ 5 PP ഊതിക്കും ഞാൻ. അവിടെ 1 ചെണ്ട മുഴങ്ങിയ ഇവിടെ 5 ചെണ്ട മുഴങ്ങണം. ലവടെ 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കും ഞാൻ. അവിടെ 500 രൂപ വാങ്ങിച്ചാൽ ഇവിടെ 1000 രൂപ വാങ്ങിക്കും ഞാൻ. ഒന്നും മിണ്ടണ്ട, ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയേ. അപ്പൊ ഞാൻ ആ ഗൾഫിനായിട്ട് നാളെ ഇവിടെ എത്തും. അപ്പൊ ഞാനൊന്ന് ഇനി പോകുന്ന വഴിക്കേ അവിടെ കയറി പറഞ്ഞേക്കണം, നാളെ ഒരു ഗൾഫുകാരൻ ഇവിടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. അവിടെ അതിന് കാണാനില്ല. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കയറി ചെറ്റത്തരം പറയണ. പറയാൻ പറഞ്ഞു. പറയണമെന്ന് പറഞ്ഞാ പറയരുത്, പറയണ്ടെന്ന് പറഞ്ഞാ പറയണം. മനസ്സിലായ? മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇത് എത്ര നേരമായി? ഒരു 1.5 ടൺ സാധനമെങ്കിലും ഇപ്പൊ അമ്മൂത്ത് വാരിത്തേറ്റ് കാണും. എന്തിനു നാറ്റം? അത് ചോദിച്ചാലേ ബോധം കെട്ട് വീഴും. അവള് വീഴണം, അതും ഒറ്റ നോട്ടത്തിൽ തന്നെ. ഗൾഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയത്, അതും 10-20 പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിൽ നിന്ന്. അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല, നിറമുണ്ടെങ്കിൽ മുടിയില്ല, മുടിയുണ്ടെങ്കിൽ തടിയില്ല. ഏത് പെൺകുട്ടിക്കുണ്ട് ഈ 3 ഗുണവും? ഉണ്ട് ഉണ്ട് ഉണ്ട്, ഈ പെൺകുട്ടിക്കുണ്ട്. ഇത് കിട്ടിയെന്ന് മുതൽ എന്തോ ഇവളെന്റെ ഭാര്യ ആയതുപോലെ ഒരു തോന്നൽ. ഇവിടെ നോക്കിക്കോടോ, കറക്റ്റ് മാച്ചല്ലേ? ഞാൻ തീരുമാനിച്ചോ മനോഹര, ആദ്യം പെണ്ണ് കാണുക, പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യുക, പിന്നെ കല്യാണം കഴിക്കുക. ഒരു 2 മാസം ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വെറുതെ തോന്നുന്നു. ഇതാ എഴുതി വെച്ചിരിക്കണ്ടല്ലേ, പ്രഭു ഇല്ലാന്ന്. അയ്യോ, ഇത് ആ പ്രഭു ഇല്ലെന്നല്ല, ഇത് പ്രഭുവില്ല, വീട്ടുപേര്. ആ പ്രഭു ദാ വന്ന്. നല്ല വിദ്യാഭ്യാസ ജ്ഞാനം. വാ വരി വരി, ഒരു കൊലവിളിക്കുള്ള ആളുണ്ടല്ലോ. ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടി തന്നെ. എന്റെ സ്വന്തം തന്നെ. എങ്കിൽ അകത്താട്ട് വരി 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 വരി. ഗൾഫി അല്ലേ? അതെ. ഗൾഫി എവിടെ? ഒമാൻ. ഒമാൻ? ഒമാൻ അറിയോ? ഇല്ല. ജോലി AC മെക്കാനിക്കാരന് പോയെങ്കിലും ഇപ്പൊ ബിസിനസ് ആണ്. അപ്പൊ വർഷാപ്പുകാരൻ തന്നെ. മാസം എന്തൊരു കിട്ടും? ഒരു 10,000 റിയാൽ കിട്ടും. അപ്പൊ കാശായിട്ടൊന്നും കിട്ടില്ലല്ലേ? അല്ല പെണ്ണെന്ത്? എത്ര വരെ പഠിച്ച്? SSLC. അയ്യേ, PA പോലും ഇല്ലല്ലേ? സാറിനേക്കാൾ 6 ക്ലാസ് കൂടുതലുണ്ട്. അല്ല, പോളിടെക്നിക്ക് ചേർന്ന് ഡിപ്ലോമ എടുത്തിരുന്നു. ടിപ്പമാ. അല്ല പെണ്ണിനെ കണ്ടില്ല. ഇയാൾക്ക് എന്തിനത്ര ധൃതി പെണ്ണിനെ കാണാൻ? നീ തന്നെ അല്ലടേ ചെറുക്കൻ? അതെ. യവന്റെ ആരുടെ? കൊച്ചച്ഛൻ. ഒരുത്തിയെ കെട്ടി കൂടെ 1 മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോകണമെന്ന് കരുതി വന്നവനാ ഞാൻ. 1 മാസത്തേക്കാണെങ്കിൽ തൽക്കാലത്തെ കൊരണത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാ. ചെറ്റത്രം പറയാടോ, അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഒരു കാര്യം പറ, 1 മാസത്തേക്ക് ഒരു ചെക്കനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സാർ ഇത്രക്കാരനാണ് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അതിനല്ലടോ, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയ ചെക്കൻ. ആ പ്രഭാകര പ്രഭുവിന്റെ മകളുടെ കല്യാണമാണ് ഇനി എന്റെ സ്വപ്നം. ഒരു കാരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ മഹാ ബലിയാണ് സാർ. ഞാൻ പറഞ്ഞ ചെക്കനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞാട്ടെ, ഞാൻ എഴുതിക്കൊള്ളാം.
എഴുതിക്കോ. തെണ്ടിയിൽ തെണ്ടി. തെണ്ടിയിൽ തെണ്ടി. ആ. അതായത് അതെ. ദരിദ്രവാസിയിൽ ദരിദ്രവാസി. ദരിദ്രവാസിയിൽ ദരിദ്രവാസി. അതായത് ഡിഡി. തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ. തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത. അതും ചേച്ചി. ചെറ്റയിൽ പരമചെറ്റ. ചെറ്റയിൽ പരമചെറ്റ. അത് CPC. സാറേ അതേടോ, എന്റെ അച്ഛന്റെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിച്ചു വിട്ട് അവന്റെ മകൾ കെട്ടേണ്ടത് ഇങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലേടോ? അങ്ങനെയും ആവാം. തനിക്ക് ഞാനൊരു 25,000 രൂപ തരും. അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും. എനിക്കത് പോരാ. പോരെ? ആ, പിന്നെ എനിക്കൊരു 50,000 രൂപ കിട്ടണം. അപ്പൊ മറക്കണ്ട, കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല, നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ? ഉണ്ട്, ഒരാളുണ്ട്. മച്ചാൻ, മാട്ടുപ്പെട്ടി മച്ചാൻ. മച്ചാനെ ഇതാര്? മോമ്പോ ഞാൻ ഏറ്റ് പോ. എന്ത് പറ്റി? കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? എന്നും ഇങ്ങനെ അടിയും പിടിയും കുത്തും ഒത്തൂർപ്പായിട്ട് ഈ ചേരിയിൽ ഇങ്ങനെ കൂലിപ്പയെടുത്ത് തറന്നാ മതിയാ? അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, നിനക്കൊന്ന് കെട്ടിക്കൂടെ? ഒന്നേ കെട്ടും, അത് നല്ല തൊട്ട് മേടിച്ച് എന്നെ കെട്ടും. നല്ല സെറ്റപ്പ് ഉണ്ടാവുമ്പോ മതിയടേ. എങ്കിലൊരു സെറ്റപ്പ് ഉണ്ട്. ഒന്ന് പോടെ. കാണുമ്പോ കുറെ പുളു അടിച്ച് എന്നെ ഒരുമാതിരി ആക്കിയിട്ട് നീ അങ്ങ് പോകും. അതൊക്കെ വിട്, ഇതൊരു ഉഗ്രം കേസാ. നിനക്ക് മാത്രമേ പറ്റൂ. അത്ര ഡീസന്റ് പാർട്ടിയാണ്. നീ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു 20-25,000 രൂപ. 25,000 രൂപ? കുറച്ചു കൂടി പോയി, നമുക്ക് സംസാരിച്ചുറപ്പിക്കാം. എടാ, നിനക്ക് ഞാൻ 2.5 കോടി രൂപ സ്വത്തുള്ള ഒരു കോടീശ്വരിയെ കെട്ടിച്ച് തരും. ഒരുമാതിരി ഞാൻ പറഞ്ഞ കേൾക്കടാ. ഒരു ചായ എടു. എടാ, ഞാൻ കളി പറഞ്ഞതല്ല. എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. നിനക്ക് ജീവിതകാലം മുഴുവൻ കരക്കാരുടെ മത്തങ്ങ ചേന ചേമ്പ് ചുമക്കാനുള്ള വിധി. ഇനിയിപ്പൊ ഞാൻ ആരെ തപ്പിയെടുക്കും ഈശ്വരാ? നീ സത്യം പറഞ്ഞാണോ? അതെ, എനിക്കും നിനക്കും കുറച്ച് ചിക്കിളി തരണ കേസാ. എഗ്രിമെന്റ് 50-50. പക്ഷേ ചെറിയ തരികിട കളിക്കണം. തരികിട എന്തായാലും ഈ കേസിൽ ഉണ്ടാവുമെന്നറിയാം. എന്താ തരികിട? അതൊക്കെ പറയാം മോനെ. മച്ചാനെ, മച്ചാനെ, എനിക്ക് മാട്ടുപ്പെട്ടി ജംഗ്ഷനിൽ ഒരു കട തുറന്നു തരാൻ പറ്റുമോ? കട? ഒരുപാട് ചാക്ക് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റിയ കട. എന്നിട്ട് എനിക്ക് വരുന്ന ലോഡ് മുഴുവൻ ആ കണ്ണപ്പനെ കൊണ്ട് ചോപ്പിക്കണം. ഏത് കണ്ണപ്പൻ? ചെറ്റക്കണ്ണപ്പൻ. ചേട്ടക്കണ്ണപ്പൻ? എന്റെ ആത്മാർത്ഥ ശത്രു. നിനക്ക് ഒരു കടയല്ല 9 കട ഞാനിട്ട് തരും. ഞാൻ പറഞ്ഞ മറ്റേ കാര്യം എന്തായി? അതൊക്കെ ഓക്കെ. ഞാൻ ഗൾഫിൽ കിടന്ന് പൊരി വെയിലത്ത് കഷ്ടപ്പെടുന്നാക്കിയ കാശ് കൊണ്ട് കുറെ ഏജൻസി എടുത്താ നിങ്ങൾക്ക് ഇവിടെ പണി തന്നത്. ഉത്തരവാദിത്വം നോക്കിയെടുത്താൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പൂട്ടിക്കിട്ടി എന്റെ പാട്ടിന് പോവും. പിന്നെ ഞം കഴിക്കാനേ നീയൊക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും. പരമതണ്ടി, ദരിദ്രവാസി, ചെറ്റ, നാറി, കള്ളുകുടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. എന്താ ഇത്? അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു അടി കിട്ടാൻ നോക്കണ്ടായിരുന്നോ? അത് ശീലമായി പോയി. എന്റെ 50,000 അതൊക്കെ തരാം. പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആദ്യം അവരുടെ കല്യാണം, അത് കഴിഞ്ഞ് വധൂവരന്മാർ ആദ്യ രാത്രിയുടെ ലഹരിയിലേക്ക് മുഴുകുമ്പോ. ഓ മതി, നിർത്ത്. എന്തു പറ്റി? എനിക്ക് നാണാവുന്നു. അയ്യേ, അതിന് ഞാൻ അവരുടെ കിടപ്പറയിലേക്ക് അല്ല കടന്നു ചെല്ലുന്നത്. അല്ലേ? അല്ല, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പറ. പിന്നീട് ആ പ്രഭാത പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും. എന്നിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറയും, തന്റെ മകൾ കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്ന്. ഇത് പുറത്തു പറഞ്ഞ തല്ലുകൊള്ളില്ലേ? കൊള്ളും. പോലീസ് പിടിക്കില്ലേ? പിടിക്കും. ചിലപ്പോ 1-2 മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും. അതിനൊക്കെ കൂടി ഈ 50,000 രൂപ നല്ല ചോള പോലെ തനിക്ക് അങ്ങോട്ട് തരുന്നത്. എനിക്ക് തരണ്ട. കാശ് കിട്ടിട്ട് എന്താ കാര്യം? അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ? ഇതുപോലൊരു ചതിക്ക് കൂട്ടുനിന്ന ആ തെണ്ടി പ്രഭു എന്നെ എടുത്തിട്ട് പൂശും. ബാക്കി ജീവൻ ആ മച്ചാനും എടുക്കും. കരയാതെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും. ഇല്ല, നിങ്ങൾ പറഞ്ഞ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ ഇട്ട് വിറ്റ് തരികേയില്ല. മനോഹര, നീ വിട്ടുതരില്ല? ഇല്ല. ഇല്ല. ഇയാക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ല ഇല്ല ഇല്ല. നന്ദിയില്ലാത്ത ചേട്ട. എങ്ങനെയുണ്ട് ഈ സ്റ്റൈൽ? മാച്ച് ഉണ്ടോ? മാച്ചൊക്കെയാണ്. ഇതിട്ടോണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോവാൻ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ. അതെ, പ്രശ്നമെന്ന് പറഞ്ഞാ വേറൊരുത്തർ എന്നെ പറഞ്ഞു പറ്റതാ. അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാ ഈ കല്യാണം നടത്തുമെന്ന് പറഞ്ഞത്. ചതിയാ. കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും. പിന്നെ തല്ലിന്റെ മേളൊരുക്കും എനിക്കും നിനക്കും.
കൊന്നുകളയും. എനിക്കിത് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത്. എനിക്ക് ആ കോടീശ്വരി കെട്ടിയേ പറ്റൂ. 2.5 കോടിയുടെ സ്വപ്നം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇത് നടന്നില്ലെങ്കിൽ പിന്നെ ആ കണ്ണപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലടേ. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. വാ വാ, ഇവിടെ ഇരി. ദേ പാഷ, ഒരു റീത്ത്. റീത്ത എന്തിന്? എല്ലാം പറയാം. മനോഹര, ഇവിടെ ഇരി. ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി. ഈ റീത്തിന്റെ കൂടെ തൊട്ട് നിൽക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധിയാ? അത് കളാ. അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല, കെണി. കെണി. കെണിയ? ആ കുശാഗിന്റെ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിനെ നീ കിട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശ്വരനായ മരമണ്ട തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരു മകളെ മച്ചാൻ സ്നേഹിക്കുന്നു, അതിൽ വിജയിക്കുന്നു, പിന്നെ കെട്ടുന്നു. ഒരു 100 റീത്ത്. പക്ഷെ കെട്ട് കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ കമ്മീഷനായി തരണം. നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം. പിന്നെ അറിയുമ്പോഴേക്ക് മൊത്തം അടിച്ചെടുത്തോണ്ട് മുങ്ങിയിരിക്കണം. വാ, അടുത്ത ബസ്സിൽ പുറപ്പെടാം. ബസ്സാ? ഈ നിമിഷം മുതൽ മറ്റാ കോടീശ്വരനാണ്. കോടീശ്വരൻ. കോട്ട് മസ്റ്റ്, ടൈ മസ്റ്റ്, സൂട്ട് മസ്റ്റ്, ഡ്രൈവർ മസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. നല്ല മനസ്സോടെ ഡീസന്റ് ആയിട്ട് നടക്കുമ്പോ തല്ലി കിട്ടണ നാടേത്. എന്നോടൊന്നും പറയണ്ട. മച്ചാനെ, ഈ ചതിക്കെങ്ങാനും കൂട്ടി നിന്നെന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൊന്നുകളയും. ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ? ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് ആ റൗഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ? ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടട്ടാ. ഞാൻ പോയി അവരെ വിളിക്കട്ടെ മച്ചാനെ. നീ ചെല്ലു മനോഹര. ഞാൻ ക്യാഷ് ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ? അതും വേണം. പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ. ഒരു ചെറിയ കാറ്, ചെറിയ ചെറിയ ഡ്രസ്, ഒരു ചെറിയ ഡ്രൈവർ. ഡ്രൈവർക്ക് ഞാനവിടെ പോവും. പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസമാണ്. ഞാനോ? അതെ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യാം. അച്ഛനറിഞ്ഞാലോ? എടാ മണ്ടൂസേ, നീ കെട്ടി ഒരു കൊച്ചു ഉണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയും. അതിനുള്ള വഴിയൊക്കെ മച്ചാന്റെ കയ്യിലുണ്ട്. അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് മച്ചാൻ. എന്നാ പിന്നെ ഞാൻ വരാം. വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ് എന്നാ നമുക്ക് പുറപ്പെടാം. നിക്ക്, ഈ വേഷം ഇട്ടോണ്ടാ നീ ആ വീട്ടിൽ പോണത്? എങ്ങനെയുണ്ട്? നല്ല തറപ്പാണ്ടി ലുക്ക്. പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശയും ഒരു വീതുളി കൃതാവും. ഇതൊന്നും ശരിയല്ലല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം. എന്നിട്ടൊരു ചെത്ത് സ്റ്റൈലാക്കി തരാം ഞാൻ. ഗട്ടർ സൂക്ഷിച്ചു പോണേ. വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റില്ലാണ്ടായി പോയി. കച്ചവടമൊക്കെ നഷ്ടത്തിലാണ്. കൂടുതൽ ആളുകൾ പണി ചെയ്യുന്ന സ്ഥലം ഇതാണോ? ആ, പിന്നെ കാണാം. സ്ഫോടനം. അണ്ടി കമ്പനി ആളിക്കത്തുന്നു. പ്രാണസാർത്ഥം ഓടുന്ന തൊഴിലാളി തരണി മേഖല അത് മോശം തൊട്ടിലാണ്. തീവ്രവാദികൾ കാവടി പ്രവേശിക്കാം. പിന്നെ വെടിയോട് വെടി. ആ വെടിയിൽ ചില്ലു ജനാലകൾ തകരുന്നു. അതിന് പ്രത്യേക ഷോട്ട്. ഇവിടെയാണ് ബോംബൊക്കെ പറ്റിയ സ്ഥലം. പിന്നെ ഒരു പൊട്ടിത്തെറി. പൊട്ടിത്തെറിയല്ല, മുഖം പൊത്തി അടിയാണ് വേണ്ടത്. എന്റെ അണ്ടി ഫാക്ടറി ആരാടാ ബോംബ് വെക്കാൻ നിന്നോട് പറഞ്ഞത്? ആ പ്രഭാരപ്രഭുല്ലേ പറ. ഈ കോണാങ്കട്ടി വേഷം മാറി നടന്നാൽ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോളാം ബ്രോക്കറെ. ഞാൻ ബ്രോക്കറല്ല, പി ആണ്. പി എന്ന് വെച്ചാൽ പാഴാണ്ടി എന്നാണ് അർത്ഥം. അല്ല, വലിയ വലിയ കോടീശ്വരന്മാരുടെ കൂടെ നടക്കുന്ന സിംഗരി എന്നാണ് അർത്ഥം. ഈ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരാടാ കോടീശ്വരൻ? അയക്കെന്തിനാണ് ഇവിടെ പണി? സിനിമ പിടിക്കുന്ന പണി. അയ്യോ, അയാളിപ്പോ എവിടെയാണ്? പുതിയൊരു ദൂരദർശൻ തുടങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ പഴയ ദൂരദർശനൻ സർക്കാരല്ലേ, സാമ്പത്തിക ഞെരുക്കം കാണും. എന്റെ സാറിപ്പം മഹാഭാരതം പോലുള്ള സീരിയൽ സീരിയസ് ആയി പിടിച്ചോണ്ടിരിക്കുകയാണ്. 2 അണ്ടി കമ്പനി മുതലാളിമാരുടെ കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും കരളലിയിപ്പിക്കുന്ന ഇടി സീരിയൽ. ഒരു മുതലാളി മണ്ടൻ, മറുമുതലാളി മരമണ്ടൻ. അവസാനം ഇരുവരും തമ്മിൽ തല്ലി കുത്തിച്ചാകുന്നു. രഹസ്യം കഥ. അവസാന ഭാഗം പിടിക്കാൻ ഉദ്ദേശിച്ച ഞാൻ ഇവിടെ വന്നത്. ഞാൻ ലൊക്കാലിറ്റി കാണാൻ വന്നതാ.
പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പച്ച തെറിയേക്കണ്ടെങ്കിൽ ഇറങ്ങി പൊയ്ക്കോ. ഞാൻ ഈ സ്ഥലം സിനിമാ പടം പിടിക്കാൻ കൊടുക്കൂല. ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ചോദിച്ചില്ല പറഞ്ഞാന്ന് പറയരുത്. ഞാൻ പോവേണ്. എങ്ങോട്ട്? കാലൊടിഞ്ഞ ഇല്ല ഇല്ല, ചിരട്ട ആ പറഞ്ഞു. പ്രൊഫസറിന്റെ അടുത്തേക്ക് പോവേണ്. ആ സാറ് കമ്പനി തരാതിരിക്കില്ല. കമ്പനി തരുന്ന എന്തിനാണ് ഉറപ്പ്? എന്റെ മുതലാളിയെ പോലെ അവിവാഹിതനും കോടീശ്വരനുമായ ഒരുത്തനെ വളർത്തിയെടുക്കാൻ ഏത് പെമ്മക്കളുടെയും ബുദ്ധിയുള്ള തന്തമാര് ശ്രമിക്കും. സുന്ദരൻ, സുമുഖൻ, സുശീലൻ, നായര്. ഓ, ചെറുക്കന്റെ പേര് സുശീലൻ നായരെന്നാണല്ലേ ഫസ്റ്റ് പേര്? അതല്ല, അത് വിശേഷണം. പയ്യന്റെ പേര് ബാലകൃഷ്ണ. ആരോടും പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം. ആ പ്രഭു സാറിന്റെ മൂക്ക് വേണ്ടി ഈ മുതലാളി ആലോചിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എങ്കിൽ ഞാൻ പോട്ടെ. പോകാൻ വരട്ടെ. ആ ആലോചന ക്യാൻസർ ചെയ്. പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പം നീ പ്രഭുവിന് തട്ടും, പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം. ഡേയ്, ഈ ചെറുക്കനെ എനിക്ക് വേണം. ആ പ്രഭാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും. നീ പടം പിടിക്കുകയെ ബോംബ് വയ്ക്കുകയെ എന്തിനു വേണേ ചെയ്തോ. വേണേ എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ. എടേ, എനിക്ക് ആ ചെറുക്കനൊന്ന് പരിചയപ്പെടണല്ലേ.